ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ പഴയ ഫ്ലവർ വേസ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഡിസൈനിലുള്ള ഫ്ലവർ വേസോ കുപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് പല സൈസിലുള്ളത് വേണം കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആർട്ട് വർക്ക് ഒന്ന് ചെയ്തു നോക്കൂ. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതൊരു മിനിമൽ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡെക്കോർ പീസാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ പെയിൻറ്റും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ലാവൻഡറാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കളറ്. അപ്പോൾ വയലറ്റും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലാവൻഡർ കളർ ഉണ്ടാക്കുകയാണ് ആദ്യം. അപ്പോൾ അതേ വയലറ്റ് എടുത്തു, വൈറ്റും എടുത്തു. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കണ്ടല്ലോ എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. 1/2 ടീസ്പൂണാണിത്. ബേക്കിംഗ് സോഡയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫ്ലവർ വേസ് എടുത്തിട്ട് അതിൽ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സുഫ്ര വിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് അടിക്കുക. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് കോട്ട് അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് അത് ഡ്രൈ ആവാൻ വയ്ക്കുക. ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാം. കോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫിനിഷിംഗ് ഇല്ല. പല സ്ഥലത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്ത് കാണുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും. നല്ല തിക്കായിട്ട് തന്നെയാണ് സെക്കൻഡ് കോട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ടെക്സ്ചർ കൊടുക്കും നമ്മുടെ അക്രിലിക് പെയിൻറ്റിന്. ആ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺതരികളുള്ള പോലെ, പെയിൻറ്റിൽ ഫുള്ള് മൺതരികളുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു ഗ്ലാസ് പോട്ട് ഫീലിനേക്കാളും നമുക്കൊരു ക്ലേ പോട്ട് ഫീലാണ് കിട്ടുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് നമ്മുടെ ഷോക്കേസിലോ ഷെൽഫിലോ ഒക്കെ വെക്കാവുന്നതാണ്. ചെയ്യുമ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ചെയ്ത് വെക്കുക. ആ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ. ഈ ക്ലോസപ്പ് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പെയിൻറ്റിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ഇങ്ങനത്തെ പഴയ ബോട്ടിലോ ജാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈഡ് പിക്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും stay happy. Bye bye.